कूजन्तं राम रामेति मधुरं मधुराक्षरम्। നമസ്കാരം, ഗ്രാമ്യ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഛത്തീസ്ഗഡിൽ അന്യായമായി തുറങ്കിലടക്കപ്പെട്ട കന്യാസ്ത്രീകൾക്ക് പഴുവിൽ ഫൊറോനയുടെ ഐക്യദാർഢ്യം. പ്രവാസി ഫെസ്റ്റിന് മതിലകം പുന്നക്ക ബസാറിൽ തുടക്കമായി. ഇലക്ട്രിക്കൽ വയർമാൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷന്റെ നാട്ടിക ഏരിയ സമ്മേളനം തൃപ്പയാറിൽ നടന്നു. വാർത്തകൾ വിശദമായി. ഛത്തീസ്ഗഡിൽ ജയിലിൽ അടക്കപ്പെട്ട കന്യാസ്ത്രീകൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചും ഇവരുടെ പേരിലെടുത്ത കേസ് റദ്ദ് ചെയ്യുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചും പഴുവിൽ ഫൊറോനയിലെ 16 പള്ളികളുടെ നേതൃത്വത്തിൽ തൃപ്പയാർ വിശുദ്ധ യൂദാ തദേവൂസ് പള്ളിയുടെ മുൻപിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. പഴുവിൽ ഫൊറോന വികാരി ഫാദർ വിൻസെന്റ് ചെറുവത്തൂർ ഉദ്ഘാടനം ചെയ്തു. ഇത് ഒരു സന്യാസി സമൂഹത്തിന്റെ മാത്രം കഥയല്ല. മറ്റ് എല്ലാ സന്യാസ സമൂഹങ്ങളും ഇന്ന് ഈ ഭാരതത്തിൽ സേവനമനുഷ്ഠിക്കുന്നുണ്ട് എങ്കിൽ അതെല്ലാം വ്യത്യസ്തമായ തലങ്ങളിൽ അവർ ചെയ്യുന്ന ആതുര ശുശ്രൂഷകളും അതുപോലെയുള്ള മറ്റ് പ്രവർത്തനങ്ങളുമാണ്. ഇവിടെ ആരെയും മതപരിവർത്തനം ചെയ്തതായിട്ട് കേൾക്കാൻ സാധിക്കില്ല. കാരണം 1947 സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ക്രൈസ്തവ സഭയുടെ ശതാംശം എന്ന് പറയുന്നത്, ദശാംശം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ശതമാനം എന്ന് പറയുന്നത് 2.3 ആണ്. എന്നാൽ അത് ഇന്ന് എത്തി നിൽക്കുന്നത് 2.1 ആണ്. ഈ മതപരിവർത്തനം നടത്തപ്പെടുന്നുണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഇത്തരത്തിൽ കുറയുകയല്ല ചെയ്യേണ്ടത്, മറിച്ച് അവർ ആരെയെല്ലാം കണ്ടുമുട്ടുന്നുവോ ആരെയെല്ലാം ശുശ്രൂഷിക്കുന്നുവോ അവരെല്ലാം ഇതുപോലെ മതപരിവർത്തനം ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ശതമാനമെല്ലാം ഇതിനപ്പുറത്തേക്ക് കടക്കേണ്ടതാണ്. എന്നാൽ ക്രൈസ്തവ സഭയുടെ സ്ഥിതി അതല്ലെന്ന് തെളിവ് തന്നെ നമുക്ക് അത് ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. അപ്പോൾ മതപരിവർത്തനം എന്നുള്ളത് ഒരു വിഷയമേ അല്ല, മറിച്ച് തുറങ്കിലടയ്ക്കാനുള്ള ഒരു വിഷയമായിട്ട് അതിന് മാറിയിരിക്കുകയാണ്. തൃപ്പയാർ സെന്ററിൽ നിന്ന് പള്ളിക്ക് മുന്നിലേക്ക് പ്രകടനവും ഉണ്ടായിരുന്നു. പഴുവിൽ ഫൊറോന കൗൺസിൽ സെക്രട്ടറി എ ആന്റണി അധ്യക്ഷനായി. അതിരൂപത പാസ്റ്റർ കൗൺസിൽ സെക്രട്ടറി ജോഷി വടക്കൻ മുഖ്യ പ്രഭാഷണം നടത്തി. ഫാദർ സെബാസ്റ്റ്യൻ വെട്ടത്ത്, ഫൊറോന കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് ആൻഡോ തുറയൻ, ഫാദർ ജെൻസ് തട്ടിൽ, സിസ്റ്റർ കൊച്ചു ത്രേസ്യ, സിസ്റ്റർ അനു ജോൺസൺ, സിസ്റ്റർ നിഷ, ഫാദർ ജോസഫ് മുരിങ്ങാത്തേരി, ഫൊറോന കുടുംബ കൂട്ടായ്മ കൺവീനർ പ്രീറ്റ് ജെ മുരിയാടൻ, ഫാദർ സിജോ കാട്ടുകാരൻ തുടങ്ങിയവർ സംസാരിച്ചു. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ താന്യം വടക്ക് വില്ലേജ് സമ്മേളനം പെരിങ്ങോട്ടുകര 110 സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ ചേർന്നു. ജില്ലാ സെക്രട്ടറി ഉഷ പ്രബുൽ കുമാർ ഉദ്ഘാടനം ചെയ്തു. മഹിളാ ഫെഡറേഷൻ എന്ന പേരിൽ രൂപീകരിക്കപ്പെടുന്നതിന് മുൻപ് സ്ത്രീകളുടേതായിട്ടുള്ള വിഷയങ്ങളും പ്രശ്നങ്ങളും പൊട്ടിത്തെറികളും തർക്കങ്ങളും സങ്കടങ്ങളും ഒക്കെയായി ലോകത്താകമാനമുള്ള സ്ത്രീകളും പ്രശ്നങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ട്. പക്ഷെ 81-ന് ശേഷം നമ്മളൊരു സംഘടിത രൂപത്തിൽ സ്ത്രീകളുടെ വിഷയങ്ങൾ ഏറ്റെടുക്കാനും, സ്ത്രീകളുടെ വിഷയങ്ങൾ എന്നത് ഒരു സാമൂഹ്യ വിഷയങ്ങളാണ് എന്ന ധാരണയോടുകൂടി സ്ത്രീ വിഷയങ്ങൾ എന്ന രീതിയിൽ ചുരുക്കി കാണാതെ അത് പൊതുസമൂഹത്തിന്റെ മുഴുവൻ വിഷയങ്ങളെയും ഏറ്റെടുത്തുകൊണ്ട് നിരന്തരം പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന സംഘടനയായ അഖിലേന്ത്യാ തലത്തിൽ ഇത് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. പ്രസിഡന്റ് തങ്കമണി ശശിധരൻ അധ്യക്ഷത വഹിച്ചു. മികച്ച പാലിയേറ്റീവ് കമ്മ്യൂണിറ്റി നഴ്സ് രാഖി അശോകൻ, കുടുംബശ്രീ ജില്ലാതല പായസ മത്സരത്തിൽ 2ാം സ്ഥാനം നേടിയ യമുന രാജു എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ചേർപ്പ് ഏരിയ സെക്രട്ടറി TR മീര, ഏരിയ പ്രസിഡന്റ് TB മായ, VG വനജകുമാരി, സീനത്ത് മുഹമ്മദ് അലി, രമാപ്രകാശൻ, PC ശ്രീദേവി, ഷൈനി ബാലകൃഷ്ണൻ, ശോഭ രാജീവ്, രതി അനിൽകുമാർ, സെക്രട്ടറി സുജിത നിരേഷ്, ട്രഷറർ റാണി പ്രസാദ് എന്നിവർ സംസാരിച്ചു.
കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് തുറങ്കിലടച്ചതിൽ എത്രയും വേഗം നീതി നടപ്പിലാക്കണമെന്നും ഇന്ത്യൻ നിയമവ്യവസ്ഥയിലെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ സർക്കാരുകൾ മുന്നോട്ട് വരണമെന്നും കത്തോലിക്ക കോൺഗ്രസ് പുത്തൻപീടിക യൂണിറ്റ് ആവശ്യപ്പെട്ടു. അറസ്റ്റ് ചെയ്ത സന്യാസിനികൾക്കെതിരെയുള്ള കേസ് അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് പുത്തൻപീടിക സെയിന്റ് ആന്റണീസ് പള്ളി കത്തോലിക്ക കോൺഗ്രസ് നടത്തിയ പ്രതിഷേധ പരിപാടി ഇടവക ഡയറക്ടർ ഫാദർ ജോസഫ് മുരിങ്ങാത്തേരി ഉദ്ഘാടനം ചെയ്തു. ഗ്ലോബൽ യൂത്ത് കൗൺസിൽ ജനറൽ കോർഡിനേറ്ററും യൂണിറ്റ് പ്രസിഡന്റുമായ ആൻഡോ തൊറയൻ അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ജോഫിൻ അക്കരപ്പട്ടിയേക്കൽ, പാതുവ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ ഹേമ, കൈക്കാരൻ കെ എ സണ്ണി, കത്തോലിക്ക കോൺഗ്രസ് ഭാരവാഹികളായ പി എ പോൾ, ജെസി വർഗീസ്, കെ എ വർഗീസ്, ഷാലി ഫ്രാൻസിസ്, വിൻസെന്റ് കുണ്ടുകുളങ്ങര, മൈക്കിൾ പുത്തൂർ, വില്ലി പട്ടത്താനം എന്നിവർ സംസാരിച്ചു. ക്രൈസ്തവ മക്കളായ നമ്മൾ ഈ രണ്ട് സഹോദരിമാരോടും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്ത് സമത്വവും സാഹോദര്യവും ഭരണഘടന ന്യൂനപക്ഷങ്ങൾക്ക് നൽകുന്നതായ അവകാശങ്ങൾ അത് ധ്വംസിക്കപ്പെടാനായിട്ട് പാടില്ല എന്ന ശക്തമായ മുന്നറിയിപ്പോടുകൂടെ തന്നെയാണ് നമ്മൾ ഈ പ്രതിഷേധ സംഗമം ഇന്ന് ഇന്ത്യ രാജ്യമൊട്ടാകെ നടത്തിക്കൊണ്ടിരിക്കുക. മതിലകം പ്രവാസി അസോസിയേഷൻ രൂപവൽക്കരിച്ച പാപ്പിനിവട്ടം ഗാലറിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന പ്രവാസി ഫെസ്റ്റിന് മതിലകം പുന്നക്ക ബസാറിൽ തുടക്കമായി. ഇ.ടി. ടൈസൺ എം.എൽ.എ. ഉദ്ഘാടനം ചെയ്തു. ഇബൻ ബത്തൂതയുടെയും ഫാഹിയാന്റെയും മാർക്കോ പോളോയുടെയും വാസ്കോ ഡി ഗാമയുടെയും ഒക്കെ ഇങ്ങനെ കാണും. ഇങ്ങനെ ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് പലായനം ചെയ്ത പായക്കപ്പലുകളൊക്കെ പോയ കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. നമുക്കാണെങ്കിൽ അതിൻ്റെ ഒരു വലിയ പാരമ്പര്യം അവകാശപ്പെടാൻ കഴിയുന്ന ആളുകൾ കൂടിയാണ് നമ്മൾ, അല്ലെ? മുസ്ലിസ് എന്ന് പറയുന്നത് അതുപോലുള്ള ചരിത്രമാണ്. കുരുമുളക് തേടിയും സുഗന്ധദ്രവ്യങ്ങളും തേടിയും മറ്റൊരു സ്ഥലത്തു നിന്ന് വന്ന ആളുകൾ, സിറിയയിൽ നിന്ന് പോലും ഇവിടെ വ്യാപാര ബന്ധങ്ങൾ ഉണ്ടായിരുന്നാണ് ചരിത്രം പറയുന്നത്. ഇപ്പം പെട്ടെന്ന് സിറിയ, ലെബനൻ, ഡമാസ്കസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വലിയ കാര്യമാണ്. അന്ന് വന്നിരുന്നത് പ്ലെയിനൊന്നുമല്ല. എത്ര സാഹസികമായിട്ടായിരിക്കണം അവരിവിടെ വന്നിട്ടുണ്ടാവുക. ഗേറ്റ് വേ ഓഫ് മുസ്ലിസ് എന്ന് പറയുന്ന അഴീക്കോടാണ് നമ്മുടെ പ്രദേശം. ആ പ്രദേശത്ത് വരികയും അതിൻ്റെ ചരിത്രവും അതിൻ്റെ പ്രാധാന്യമൊക്കെ പഠിക്കുമ്പോൾ ഭയങ്കര രസകരമായ ഒരുപാട് കാര്യങ്ങളെന്ന് കാണാം. ചെയർമാൻ പി എം അബ്ദുൾ അസീസ് അധ്യക്ഷത വഹിച്ചു. പാപ്പിനിവട്ടം ഗാലറിയുടെ ലോഞ്ചിംഗ് CP ട്രസ്റ്റ് ചെയർമാൻ CP സാലിഹ് നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ ലോഗോ പ്രകാശനം ചെയ്തു. സിനിമാ താരങ്ങളായ സാജൻ പള്ളൂരുത്തി, സജിത ബേട്ടി, സീരിയൽ താരം ഇസ ഫാത്തിമ എന്നിവർ മുഖ്യാതിഥികളായി. വാർഡ് മെമ്പർ സംസാബി സലീം, പുന്നക ബസാർ സാംസ്കാരിക കേന്ദ്രം പ്രസിഡന്റ് ആസിഫ് കാക്കശ്ശേരി, ഫെസ്റ്റ് ചെയർമാൻ ഷാനവാസ് പെരുന്തറ, കൺവീനർ KR സഗീർ, കോർഡിനേറ്റർ ഹംസ YP പാടത്ത്, RH സലീം എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. വീട്ടിൽ മടിയത്തുമ്പതിനും മണ്ണിൻ്റെ മുകളിൽ മണിമാണിക പണിയെന്നവർ 3 മാസങ്ങൾക്ക് മുമ്പ് മധുരോത്സവം, മന്മത്സരങ്ങൾ, മഴവിൽ കാടി, മഴവിൽ കൂടാരം, മാൻ ഓഫ് ദ മാച്ച്, മുക്കില്ലാത്ത മുറിമുക്കന്നാജ, മുദ്ര, മുഖമുദ്ര, മുദ്രമോദ്ര, മാൻപട, മടപാട്ടി, മൂടുപടം, മണിയറ, മാമംഗം, മാൻപത്രമ, മാന്യമഹാജനങ്ങളെ മാതൃഭൂമിക്ക് വേണ്ടി മൈഡിയർ മുത്തിച്ച് പണിച്ചപ്പുറന്നപ്പോൾ മിസ്പമ്പില, മാമൽക്കപ്പുറത്ത് മഴ പെയ്യുന്നു, മദ്ദളം കൊട്ടുന്നു, മന്ത്രിമാളികയിലെ മനസ്മതം, മാസ്മരം, മൂർഖൻ, മിമിക്സ് പരേഡ്, മമ്മിയാൻമി, മോസാങ്കേറ്റ്, മിഷ, മാധവൻ, മായാമോഹിനി, മദ്രാശി. ഞാനിവിടെ കിടന്ന് ശ്വാസം മുട്ടി ചത്തുപോകുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സുഖം. ശ്വാസം വിടണ്ടേ? ഇതകത്തേക്ക് ഹൈഡ്രജൻ പെറോക്സൈഡ് ഇട്ടിട്ട് ഓക്സിജനൊക്കെ പുറത്ത് കളയണ്ടേ? കൈ അടിക്കണ്ടേ? നിങ്ങളുടെ വിചാരം ചാത്ത് പോടണമെങ്കിൽ ചത്ത് പോട്ടെ എന്നും പറഞ്ഞാണ്. കയ്പമംഗലം ജാമിയ ബുസ്താനുൽ ഉലൂം സ്ഥാപിച്ച കരുണാഭവൻ റിഹാബിലിറ്റേഷൻ വില്ലേജ് ആൻഡ് റിസർച്ച് സെന്ററിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഹോട്ട് പാക്ക് MD അബ്ദുൾ ജബ്ബാർ നിർവഹിച്ചു. ബുസ്താൻ സെക്രട്ടറി PK മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. ഇ.ടി. ടൈസൺ MLA, ആസ ഗ്രൂപ്പ് MD CP സാലിഹ് എന്നിവർ മുഖ്യാതിഥികളായി. ഉനൈസ് പാപ്പിനിശ്ശേരി മുഖ്യപ്രഭാഷണം നടത്തി. അഹമ്മദ് അനസ് മൗലവി, ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM അഹമ്മദ്, ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ UAE ജനറൽ സെക്രട്ടറി PA ഹുസൈൻ, ആസിം വെള്ളിമണ്ണ, കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി, ഹിറ സ്കൂൾ ചെയർമാൻ PA അബ്ദുൽ ഗഫൂർ, ഡോക്ടർ അബ്ദുൽ ഹസീബ് മദനി, നിസാർ, ഷാഫി മജീദ്, റസീന ഷാഹുൽ ഹമീദ്, EK ഇബ്രാഹിംകുട്ടി മൗലവി, PK അബ്ദുൽ ജബ്ബാർ മൗലവി, TK അബ്ബാസ്, KA കബീർ ബുസ്താനി തുടങ്ങിയവർ സംസാരിച്ചു. അതായത് സമൂഹ നന്മയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താതിരിക്കുന്നവർക്കായിട്ടൊരു താക്കീതും പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞതായിട്ട് പറഞ്ഞു. വിവിധ മതങ്ങളിൽ, വ്യത്യസ്ത വേദങ്ങളിലൊക്കെ ഇതേ ആശയം തന്നെ പങ്കുവെക്കുന്നുണ്ട്. ഇസ്ലാമിൽ അത് കുറച്ചുകൂടെ വസ്തുനിഷ്ഠമായിക്കൊണ്ട്, കുറച്ചുകൂടെ അതിനെ ആധികാരികമായിക്കൊണ്ട്, ശക്തമായിക്കൊണ്ട് താക്കീത് കൊടുത്തതുകൊണ്ട് കൂടുതൽ ഇസ്ലാം മത വിഭാഗത്തിലുള്ളവർ കൂടുതൽ ദാനധർമ്മങ്ങൾ ചെയ്യുന്നതായിട്ട് കാണാം. എന്തായാലും ഇത് ഇങ്ങനൊരു കെട്ടിടം പണിതു എന്നുള്ളത് കൊണ്ട് ആ കെട്ടിടം ഒരിക്കലും കരുണ ഉത്ഭവിപ്പിക്കുന്നില്ല.
ആ കെട്ടിടത്തിലുള്ള അതിനുള്ളിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ, അതിൻ്റെ പ്രവർത്തകരാണ്. അവരുടെ മനസ്സ്, അവരുടെ പ്രവർത്തനം, അവരുടെ വാക്കുകൾ. ഇടവേള. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 22 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്തസുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമാണ് നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES. Affiliated to Calicut University, approved by Government of Kerala and AICTE. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom കോഓപ്പറേഷൻ, BCom ഫിനാൻസ്, BBA, BCA എന്നീ കോഴ്സുകൾക്ക് പുറമെ ഈ അധ്യയന വർഷം മുതൽ PG കോഴ്സായ MCom NES കോളേജിൽ ആരംഭിക്കുന്നു. കുട്ടികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് ഇതാ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മൺസൂൺ NRI ഫെസ്റ്റ്. ആന്റിക്, ചെട്ടിനാട്, നഗാസ്, പ്രഷ്യസ്, കുവൈറ്റ് കളക്ഷനുകൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. ഓഫർ വാലിഡ് ഫോർ എ ലിമിറ്റഡ് ടൈം. കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കുക. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് നിയർ വൈമാൾ, തൃപ്രയാർ. ഫോൺ 0487239997. മൊബൈൽ 9846125283, 9846125284. വാർത്തകൾ തുടരുന്നു. കണ്ടശങ്കടവ SH ഓഫ് മേരീസ് CLP സ്കൂളിലെ വിദ്യാർത്ഥികൾ തങ്ങളുടെ വിദ്യാലയം സ്ഥിതി ചെയ്യുന്ന വാർഡിലെ തിരഞ്ഞെടുക്കപ്പെട്ട 4 കുടുംബങ്ങൾക്ക് ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്തു. മണലൂർ ഗ്രാമപഞ്ചായത്ത് അംഗം കവിത രാമചന്ദ്രൻ, സ്കൂൾ ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ ജാസ്മിൻ CMC, PTA പ്രസിഡന്റ് ടിൻഡോ മാങ്ങൻ, PTA MPTA പ്രതിനിധികൾ, അധ്യാപകർ, വിദ്യാർത്ഥി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. ഈ വർഷം തിരഞ്ഞെടുക്കപ്പെട്ട ഈ 4 കുടുംബങ്ങളെ ദത്ത് കുടുംബങ്ങളായി ഏറ്റെടുത്തതായി ഹെഡ് മിസ്ട്രസ് പ്രഖ്യാപിച്ചു. അന്തിക്കാട് കരുപ്പായി പള്ളത്തുകാവ് മുത്തപ്പൻ ശ്രീ കാളീശ്വരി ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹവനവും ഗജപൂജയും ആനയൂട്ടും നടന്നു. ക്ഷേത്രം തന്ത്രി സുനിൽ ശാന്തി ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. 3 ഗജവീരന്മാരാണ് ആനയൂട്ടിൽ പങ്കെടുത്തത്. ആനയൂട്ടിന് ശേഷം ഭക്തജനങ്ങൾക്ക് കഞ്ഞി വിതരണവും ഉണ്ടായിരുന്നു.
ലയൺസ് ക്ലബ് തൃപ്രയാർ ടെമ്പിൾ സിറ്റി ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് നടത്തി. തൃപ്രയാർ ലയൺസ് ക്ലബ് ഹാളിൽ നടന്ന ചടങ്ങ് മുൻ ഡിസ്ട്രിക്ട് ഗവർണർ ടോണി ഏനോകാരൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് RIM സക്കറിയ അധ്യക്ഷത വഹിച്ചു. സ്ഥാനാരോഹണ ചടങ്ങ് സെക്കൻഡ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ KM അഷ്റഫ് നിർവഹിച്ചു. ഫസ്റ്റ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ സുരേഷ് K വാര്യർ പുതിയ മെമ്പർമാരെ ഇൻഡക്ട് ചെയ്തു. ഷാജി ചാലിശ്ശേരി, സോൺ ചെയർമാൻ പ്രസന്നൻ തറയിൽ, രജനി ഉണ്ണികൃഷ്ണൻ, ജോസ് താടിക്കാരൻ എന്നിവർ സംസാരിച്ചു. ക്യാൻസർ രോഗിക്ക് ചികിത്സാ സഹായം, വീൽചെയർ, ഭക്ഷ്യകിറ്റ് എന്നിവ സേവന പദ്ധതികളുടെ ഭാഗമായി വിതരണം ചെയ്തു. ഷാജി ചാലിശ്ശേരി പ്രസിഡന്റായും, സൂരജ് വേളയിൽ സെക്രട്ടറിയായും, കാർത്തികേയൻ കുന്നുങ്ങൽ ട്രഷററായും, ഷൈനി സജിത്ത് ജോയിന്റ് സെക്രട്ടറിയായും സ്ഥാനമേറ്റു. ജോഷി കോഴിപ്പറമ്പിൽ, ഹുസൈർ മുഹമ്മദ്, തോമസ് EP, റാഫി MCM, സജിത്ത് വേളയിൽ, സീമ സക്കറിയ, ANG ജയ്ക്കോ എന്നിവർ നേതൃത്വം നൽകി. വളരെ സന്തോഷത്തോടു കൂടിയാണ് നിൽക്കുന്നത്. ഈ ക്ലബ്ബ് രൂപം കൊണ്ടിട്ട് 1.5 വർഷം ആവണുള്ളൂ. 1 വർഷം കഴിഞ്ഞു. മൂന്നാമത്തെ വർഷത്തെ PhD ആണെന്നതിൽ കൂടി എൻ്റെ വർഷത്തിൻ്റെ ഏറ്റവും അവസാന സമയങ്ങളിൽ രൂപം കൊണ്ട ഒരു ക്ലബ്ബാണ്. അതിന് നേതൃത്വം കൊടുത്തൊരു ക്ലബ്ബാണ്. ആ വർഷത്തെ ഏറ്റവും അവസാനത്തെ ക്ലബ്ബാണ്. ഇതിന് അപ്രൂവൽ കൊടുത്തത് ഞാനാണ്. ഇതൊക്കെ ചെയ്ത ഏറ്റവും മനോഹരമായ ഒരു ക്ലബ്ബിൽ ഈ 1.5 വർഷം കൊണ്ട് എനിക്ക് പോലും എണ്ണാൻ പറ്റില്ല എത്രയധികം പ്രാവശ്യം ഞാൻ വിസിറ്റ് ചെയ്യുകയായിരുന്നു. ഈ ഒരു വിസിറ്റ് എന്നോടൊന്ന് ഒഴിവാക്കാൻ പറ്റുമെന്ന് ഒരു കാരണവശാലും പറ്റില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ ഞാനതോടെ എത്തിച്ചേർന്നതാണ്. എന്തായാലും വളരെ സന്തോഷമാണ്. ഏറ്റവും പ്രഗത്ഭരായ ലീഡേഴ്സ് ഉള്ള ഒരു ക്ലബ്ബാണ്. ആ ക്ലബിൻ്റെ പ്രവർത്തനങ്ങൾ വാഴക്കുളം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ രാമായണ പാരായണത്തിന്റെ ഭാഗമായി മാതൃസംഘത്തിന്റെ നേതൃത്വത്തിൽ രാമായണ പാരായണവും നാമജപവും നടന്നു. ക്ഷേത്രം നടപ്പുരയിൽ ക്ഷേത്ര കമ്മിറ്റി ട്രഷറർ KK ശ്രീരാമൻ ഭദ്രദീപം കൊളുത്തി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്ര കമ്മിറ്റി സെക്രട്ടറി AN സിദ്ധപ്രസാദ് മാസ്റ്റർ, ഷാജി പുളിക്കൽ, ശശി മാറാട്ട്, സുകുമാരി മോഹനൻ, പ്രേമ ശശിധരൻ, ബിനി ടീച്ചർ, സജി ഷാജി, ഗിരിജ പ്രസാദ്, ലക്ഷ്മി തിലകൻ, റിയ മനേഷ്, ബീന ബിനുരാജ്, ശൈല രാജൻ, ഇന്ദിര സുകുമാരൻ, മണിക്കുട്ടൻ, സിന്ധു സിദ്ധപ്രസാദ്, ഹേമ ശ്രീരാമൻ, രാമദാസ് ചുക്കൂട്ട്, ശങ്കരനാരായണൻ വേദോട്ടിൽ, മണികണ്ഠൻ GV എന്നിവർ രാമായണ പാരായണത്തിനും നാമജപത്തിനും നേതൃത്വം നൽകി. പ്രത്യേക പൂജകൾക്ക് രാജു ശാന്തി, സുകേഷ് ശാന്തി എന്നിവർ നേതൃത്വം നൽകി. ഇലക്ട്രിക്കൽ വയർമാൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ ഓഫ് കേരള CITU നാട്ടിക ഏരിയ സമ്മേളനം നടന്നു. നാട്ടിക സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന സമ്മേളനം CITU നാട്ടിക ഏരിയ സെക്രട്ടറി TS മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് ED രാജേഷ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി KA അനസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി MG കിരൺ, MG ജ്യോതി എന്നിവർ സംസാരിച്ചു. വൈദ്യുത ജോലികൾ ചെയ്യുന്നത് ലൈസൻസുള്ള അംഗീകൃത തൊഴിലാളികൾ തന്നെയാണോ എന്ന് ഉറപ്പുവരുത്തുന്നതിന് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന കെട്ടിടങ്ങളിൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് പരിശോധന നടത്തണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. ഭാരവാഹികളായി പ്രസിഡന്റ് ED രാജേഷ്, സെക്രട്ടറി TS സുധീഷ്, വൈസ് പ്രസിഡന്റ് MG ജ്യോതി, ജോയിന്റ് സെക്രട്ടറി PK അഭിലാഷ്, ട്രഷറർ KA അനസ് എന്നിവരെ സമ്മേളനം തെരഞ്ഞെടുത്തു. തീർച്ചയായിട്ടും നമ്മുടെ സാധ്യതയ്ക്കനുസരിച്ച് ഈ തൊഴിലാളികളെ നമുക്ക് സംഘടിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യം നല്ലപോലെ ആത്മവിശ്വാസം നടത്താൻ കഴിയണം. ഒട്ടും കുറവില്ലാത്ത തൊഴിലാളികളുള്ള ഈ മേഖലയിൽ സാധ്യതയ്ക്കനുസരിച്ച് നമ്മളുടെ തൊഴിലാളികളെ പങ്കെടുപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് കഴിയാണ്. അങ്ങനെ തന്നെ ആവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
തൃത്തല്ലൂർ കമല നെഹ്റു മെമ്മോറിയൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS സെല്ലിന്റെയും തൃശൂർ IMAയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംയുക്ത രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പിന്റെ ഉദ്ഘാടനം ഡോക്ടർ ബാലഗോപാൽ നിർവഹിച്ചു. പ്രിൻസിപ്പൽ NK സുരേഷ് കുമാർ, കായിക അധ്യാപകൻ മെറിൻ C ചിന്നൻ എന്നിവർ രക്തദാനം ചെയ്ത വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും സഹപ്രവർത്തകർക്കും മാതൃകയായി. NSS പ്രോഗ്രാം ഓഫീസർ PM ആതിര, പ്രധാനാധ്യാപിക നിഷ സിബി, അധ്യാപകരായ ഷീന പോൾ, അജി ജോർജ് ആലപ്പാട്ട്, ആതിര സുഭാഷ്, PS സ്നിഷ, മാനേജ്മെന്റ് പ്രതിനിധി VD സന്ദീപ്, NSS ലീഡേഴ്സായ സഫ്വാൻ, ഷിനൌസ്, എവിലിൻ എന്നിവർ സംസാരിച്ചു. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പടിയം മേഖലാ സമ്മേളനം മുട്ടിച്ചൂർ NSS കരയോഗം ഹാളിൽ വെച്ച് നടന്നു. മഹിളാ അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് മഞ്ജുള അരുണൻ ഉദ്ഘാടനം ചെയ്തു. അതിരാവിലെ എണീച്ച് ജീവിക്കാൻ വേണ്ടി പലഹാരങ്ങൾ കടകളിലേക്ക് ഉണ്ടാക്കി കൊടുക്കുന്നു. 2 കൊച്ചുകുട്ടികളുടെ മാതാവ് കൂടിയാണ്. കുടുംബകാര്യങ്ങളും ശ്രദ്ധിച്ചുകൊണ്ട് ഇതുമാതിരി പഠനത്തിൽ പ്രാവീണ്യം കാണിക്കുന്ന വനിതകളെ വീടിനുള്ളിലേക്ക് അടിച്ചമർത്തപ്പെടാതെ നമ്മൾ സമൂഹ മധ്യത്തിലേക്ക് ഇതുമാതിരിയുള്ള അതിനുവേണ്ട പ്രോത്സാഹനം നൽകുന്ന DYFIയുടെ കോച്ചിങ് ക്യാമ്പ് PSCയുടെ ആരംഭിച്ചിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ആ കുട്ടിക്ക് അതിൽ പങ്കെടുക്കുവാനും പഠിക്കുവാനും PSC ടെസ്റ്റ് എഴുതുവാനും സാധിച്ചില്ല എന്ന് വരും. പക്ഷെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം നമ്മളെ സ്ത്രീകളെയും വനിതകളെയും അവർക്ക് ജീവനോപാധി ഉണ്ടാക്കി കൊടുക്കുവാൻ വേണ്ടി സമൂഹത്തിൽ എല്ലാവിധ നമ്മുടെ പുരോഗമന പ്രസ്ഥാനങ്ങളെല്ലാം ഒത്തുചേർന്നുകൊണ്ട് നമ്മുടെ സമൂഹത്തെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുന്നതിൽ അവരെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. മഹിളാ അസോസിയേഷൻ പടിയം മേഖലാ പ്രസിഡന്റ് മേനക ടീച്ചർ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ മുതിർന്ന നേതാവായ അമ്മിണി വേലായുധനെയും PSC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ നീതു, സജന, ലക്ഷ്മി, രേഖ, രമ്യ എന്നിവരെയും ആദരിച്ചു. മേഖലാ സെക്രട്ടറി സരിത സുരേഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഏരിയ സെക്രട്ടറി ഷീബ രാജീവ്, ഏരിയ പ്രസിഡന്റ് സിജി മോഹൻദാസ്, ഏരിയ ട്രഷറർ ജ്യോതിരാമൻ, സംഘാടക സമിതി ചെയർമാനും CPM LC സെക്രട്ടറിയായ ചാക്കോമാഷ് എന്നിവർ സംസാരിച്ചു. പ്രസിഡന്റ് മേനക ടീച്ചർ, സെക്രട്ടറി സരിത സുരേഷ്, ട്രഷറർ സുനിത MR എന്നിവരെ പുതിയ ഭാരവാഹികളായി തെരഞ്ഞെടുത്തു. വാണിജ്യം. ഫാഷൻ രംഗത്ത് പുതുവസ്ത്രങ്ങളുടെ വൻ ശേഖരവുമായി ജാമിയ ക്ലോത്തിംഗ് സ്റ്റോർ തൃപ്പയാറിൽ പ്രവർത്തനം ആരംഭിച്ചു. തൃപ്പയാർ വൈമാളിന് സമീപം മുഗൾ ജ്വല്ലറി ബിൽഡിംഗിൽ മുകളിലത്തെ നിലയിലാണ് ജാമിയ ക്ലോത്തിംഗ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. തൃപ്പയാർ ജുമാ മസ്ജിദ് ഖത്തീബ് യാക്കൂബ് ഉസ്താദ് ഉദ്ഘാടനം നിർവഹിച്ചു. വിധിമാറി ഉയർന്നു വരുന്ന ഈ ജാമിയ എന്ന് പറയുന്ന സ്ഥാപനം എന്നും നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസകൾ നേരുന്നു. മുഗൾ ജ്വല്ലറി മാനേജിംഗ് ഡയറക്ടർ അബ്ദുൽ അസീസ് ആദ്യ വിൽപ്പന നിർവഹിച്ചു. ഇവിടെ നല്ല രീതിയിലുള്ള വസ്ത്രാഭരണങ്ങൾ വിറ്റഴിക്കുന്നതിന് വേണ്ടി നൗഷാദ് നാദിർ ഷാ എന്നവരുടെ സാന്നിധ്യത്തിൽ അവരാണ് ഈ സ്ഥാപനം കൊണ്ടുനടക്കുന്നത്. നല്ല വിപുലമായ ശേഖര സാധനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. തൃപ്പയാർ മുഗൾ ജ്വല്ലറിയുടെ മുഗൾ ഭാഗത്തായിട്ടാണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. ജാമിയ എന്ന സ്ഥാപനം നല്ല ഉന്നതിയിൽ വരുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ജാമിയ പാർട്ണർമാരായ നാദിർ ഷാ, നൌഷാദ്, മറ്റു കുടുംബാംഗങ്ങൾ എന്നിവർ സന്നിഹിതരായിരുന്നു. ഉദ്ഘാടനം പ്രമാണിച്ച് ജാമിയ ക്ലോത്തിങ്ങിന്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുന്നവർക്ക് ഓരോ ടീഷർട്ട് സമ്മാനമായി നൽകി. ജാമിയ ക്ലോത്തിങ്ങിന്റെ ഫസ്റ്റ് ഔട്ട്ലെറ്റ് നമ്മൾ തൃപ്പയാർ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ മെൻസ്, കിഡ്സ്, ലേഡീസ് എല്ലാ സെക്ഷനും ഉൾപ്പെടുത്തിയാണ് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ നമ്മൾ കിഡ്സിന് വേണ്ടി മാത്രമായിട്ട്, കിഡ്സ് ബോയ്സിന് വേണ്ടി മാത്രം ഒരു സെക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഗേൾസിന് വേറെ സെക്ഷൻ ഉണ്ട്. ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ 500 പേർക്ക് ടീഷർട്ട് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്തിട്ട് വരുന്ന എല്ലാവർക്കും നമ്മളത് കൊടുക്കുന്നതാണ്. ജെൻസ്, ലേഡീസ് വസ്ത്രങ്ങൾ പുതിയ ട്രെൻഡിങ് കളക്ഷനോടുകൂടി ഒരുക്കിയിരിക്കുന്നു. ബോയ്സിന്റെയും ഗേൾസിന്റെയും കിഡ്സ് വെയറുകൾ പ്രത്യേക വിഭാഗത്തിൽ തയ്യാറാക്കിയിരിക്കുന്നു. നല്ല ഇമ്പോർട്ടൻ്റ് കളക്ഷനാണ് ഇവിടെ ഉള്ളത്. ഓൾറെഡി ജെൻസിലും ലേഡീസിലും കിഡ്സിലൊക്കെ വളരെ മനോഹരമായ കളക്ഷനാണ്. ഞാൻ പൊതുവെ വാടനപ്പള്ളി ഉള്ള ആളാണ്. എൻ്റെ വീടൊക്കെ എനിക്ക് ആക്സസിബിൾ ആയിട്ടുള്ള ഒരു പ്ലേസാണ്. ഈ ഏരിയയിൽ കിട്ടാവുന്നതിൽ ഏറ്റവും മികച്ച കളക്ഷൻസ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്.
പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഛത്തീസ്ഗഡിൽ അന്യായമായി തുറങ്കിലടക്കപ്പെട്ട കന്യാസ്ത്രീകൾക്ക് പഴുവിൽ ഫൊറോനയുടെ ഐക്യദാർഢ്യം. പ്രവാസി ഫെസ്റ്റിന് മതിലകം പുന്നക്ക ബസാറിൽ തുടക്കമായി. ഇലക്ട്രിക്കൽ വയർമാൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷന്റെ നാട്ടിക ഏരിയ സമ്മേളനം തൃപ്പയാറിൽ നടന്നു. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.